Dear students, welcome to Come On Children. Today I'll help you learn the second chapter, Clever Carla, in Unit 4. It's a short play written by an American writer, Robert Scottellaro. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് യൂണിറ്റ് 4-ലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. അമേരിക്കൻ എഴുത്തുകാരനായ റോബർട്ട് സ്കോട്ടല്ലാരോയുടെ ക്ലെവർ കാർല എന്ന ചെറു നാടകമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കൂ. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് കാർലയുടെ കഥയിലേക്ക് കിടക്കാം. In Italy, there lived a hard-working farmer. Carla was his young daughter. She was very clever. പണ്ട് ഇറ്റലിയിൽ കഠിനാധ്വാനിയായ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു കാർല. അവൾ വളരെ ബുദ്ധിമതിയായിരുന്നു. Once her father was deceived by a greedy merchant. ഒരിക്കൽ ഒരു അത്യാഗ്രഹിയായ വ്യാപാരി അവളുടെ അച്ഛനെ കബളിപ്പിച്ചു, പറ്റിച്ചു. But clever Carla tricked the merchant and taught him a lesson. പക്ഷേ ബുദ്ധിമതിയായ കാർല സൂത്രത്തിൽ ആ വ്യാപാരിയെ കബളിപ്പിക്കുകയും അയാളെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്തു. Dear children, it's a very interesting story, isn't it? Let's go through the story in detail. Clever Carla. In the city of Palermo, Italy, there lived a poor farmer and his young daughter Carla. ഇറ്റലിയിലെ പലേർമോ എന്ന നഗരത്തിൽ ഒരു പാവപ്പെട്ട കർഷകനും അദ്ദേഹത്തിൻ്റെ മകളായ കാർലയും ജീവിച്ചിരുന്നു. The farmer worked hard to cultivate fine grains and fresh vegetables, which he sold at a nearby market. The farmer was a hard-working fellow. He worked hard to produce good quality grains and vegetables. കഠിനമായി അധ്വാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആ കർഷകൻ. അദ്ദേഹം നന്നായി ജോലി ചെയ്ത് നല്ല പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ വിളയിച്ചെടുത്തു. What did he do with the vegetables and grains he cultivated? Yes, he sold them at a nearby market. അടുത്തുള്ള ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. Carla helped her father by watering the plants and collecting the grains. How did Carla help his father? She watered the plants and collected the grains. കാർല അവരുടെ കൃഷിയിടത്തിൽ ചെടികൾ നനച്ചും ധാന്യം ശേഖരിച്ചുമൊക്കെ അവളുടെ അച്ഛനെ സഹായിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, കാർലയുടെ കഥ ഒരു പ്ലേ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതൊരു നാടകമാണ്. നാടകത്തിൽ കുറേ സീനുകൾ ഉണ്ടാകും അല്ലേ? ആദ്യത്തെ സീൻ എന്താണെന്ന് നോക്കാം. Scene 1. One day, the farmer loaded his wagon with grains and hitched up his only horse. ഒരു ദിവസം കർഷകൻ തൻ്റെ വണ്ടിയിൽ നിറയെ ധാന്യം കയറ്റി ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു കുതിരയെ അതിൽ കെട്ടി. വാഗൻ എന്ന് വെച്ചാൽ കുതിരയോ കാളയോ ഒക്കെ വലിക്കുന്ന സാധനങ്ങൾ കയറ്റാൻ ഉപയോഗിക്കുന്ന 4 ചക്രമുള്ള വണ്ടിയാണ്. ഈ ചിത്രത്തിൽ കണ്ടല്ലോ. എങ്ങോട്ടായിരിക്കും ഈ കർഷകൻ പോകുന്നത്? ചന്തയിൽ ധാന്യം വിൽക്കാനുള്ള പോക്കാണ്. Farmer, wish me luck, Carla. I am going to the market and hope to return before dark with my pockets filled with money. Before going, he tells Carla to wish him luck. പോകുന്നതിന് മുമ്പ് അദ്ദേഹം എന്താണ് കാർലയോട് പറയുന്നത്? മോളെ, നല്ലൊരു കച്ചവടം നടക്കാനായി എനിക്ക് ഭാഗ്യം ആശംസിക്കൂ. He hopes that he can sell his grains at a good price and return with a lot of money. നല്ല വിലയ്ക്ക് തൻ്റെ ധാന്യമൊക്കെ വിറ്റ് പോക്കറ്റ് നിറയെ പൈസയുമായി ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു വരണമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. കാർല, good luck, Papa. Do come back soon. I will have the rest of the grains collected by the time you come back. Carla wished him good luck. പപ്പ, നല്ല ഭാഗ്യമുണ്ടാവട്ടെ, ഇന്ന് നല്ല കച്ചവടം നടക്കട്ടെ എന്ന് അവൾ ആശംസിച്ചു. ഡു കം ബാക്ക് സൂൺ. വേഗം മടങ്ങി വരൂ. അപ്പോഴേക്കും ബാക്കിയുള്ള ധാന്യമൊക്കെ ഞാൻ ശേഖരിച്ചു വെക്കാം. അങ്ങനെ കാർല പപ്പയെ യാത്രയാക്കി. ഇനി മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സീൻ 2. ഇൻ ദ സ്ട്രീറ്റ്. ഇനിയുള്ള സംഭവങ്ങൾ നടക്കുന്നത് തെരുവിലാണ്. മെർച്ചന്റ്, ഹേയ്,
wait, my good fellow. He picks up a handful of grains and admires them. At the street, the farmer meets a merchant. തെരുവിൽ വെച്ച് കർഷകൻ ഒരു വ്യാപാരിയെ കണ്ടുമുട്ടുന്നു. ഏയ് നല്ലവനായ മനുഷ്യ, എൻ്റെ ചങ്ങാതി, ഒന്നവിടെ നിൽക്കൂ. വ്യാപാരി കർഷകനെ വിളിച്ചു നിർത്തി. The merchant picked up a handful of grain and looked at it with pleasure. He admired them. Oh, very good, very fine grains. വ്യാപാരി കൈ നിറയെ ധാന്യം എടുത്തു നോക്കി സന്തോഷത്തോടെ അതിനെ പ്രശംസിച്ചു. I see you do fine work. Very fine indeed. തീർച്ചയായും ഇത് ഒന്നാന്തരം ധാന്യം തന്നെ. He looks at the farmer with a sly grin. What's a sly grin? കപടമായ ചിരി. Look in the glossary. The meaning of sly is given. Done in a secret or dishonest way, often intending to trick people. ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥതയില്ലാതെ പെരുമാറുക. ഉള്ളിലൊരു കാര്യം വെച്ചുകൊണ്ട് പുറമേക്ക് വേറെ രീതിയിൽ പെരുമാറുക. The merchant was not straightforward. He was hiding his feelings. ആ വ്യാപാരി മനസ്സിൽ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ കർഷകനെ കബളിപ്പിക്കുകയാണ് അയാളുടെ ഉദ്ദേശ്യം. എന്നാൽ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് അയാൾ ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്ലൈ ഗ്രിൻ എന്ന് പറയുന്നത്. ഹൗ മച്ച് ഫോർ എവറിത്തിങ്? എല്ലാറ്റിനും കൂടി എത്രയാണ്? അയാൾ ചോദിച്ചു. ഫാമർ 20 copper pieces for everything. എല്ലാറ്റിനും കൂടി 20 ചെമ്പു നാണയങ്ങൾ. Merchant, it's a deal. Here is the money. ഓക്കെ, കച്ചവടം ഉറപ്പിക്കാം. ഇതാ പൈസ പിടിച്ചോളൂ. The merchant climbs on the wagon, seats himself next to the farmer. Now step down and be on your way. What did the merchant do after giving the money? The merchant got on the wagon, seated himself next to the farmer and told him to get off. പണം കൊടുത്തു കഴിഞ്ഞ ഉടനെ ആ വ്യാപാരി കുതിരവണ്ടിയിലേക്ക് കയറി കർഷകന്റെ തൊട്ടടുത്തിരുന്നു. എന്നിട്ട് കർഷകനോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. Farmer, what's this? Merchant, come now, my dear fellow, let's not argue. You did agree to sell me everything, didn't you? You told me that you were ready to sell everything. Then why are you arguing now? ഇപ്പോൾ തർക്കിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ എന്നോട് എല്ലാം വിൽക്കാൻ തയ്യാറാണ് എന്നല്ലേ പറഞ്ഞത്? Farmer, well, yes, but... Poor farmer. He was totally confused about what was happening. He didn't know what to tell. പാവം കർഷകൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലായി. Merchant, I take you at your word. Everything includes your wagon and your horse. After all, a deal is a deal. I believed your words and acted accordingly. ഞാൻ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചാണ് പ്രവർത്തിച്ചത്. A deal is a deal. If you agree to something, you should follow through on your promise. ഒരു കച്ചവടം ഉറപ്പിച്ചാൽ, ഒരു വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. You told me 20 copper coins for everything. Everything includes your wagon and your horse. നിങ്ങൾ എന്നോട് പറഞ്ഞത് എല്ലാറ്റിനും കൂടി 20 ചെമ്പ് നാണയങ്ങൾ എന്നാണ്. എല്ലാം എന്ന് വെച്ചാൽ അതിൽ കുതിരവണ്ടിയും നിങ്ങളുടെ കുതിരയും ഉൾപ്പെടും. If you don't agree with me, we will go before the judge. There is one just down the street. If you are not ready to sell me your horse and wagon with the grains, let's go before the judge. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ നമുക്ക് ജഡ്ജിയുടെ അടുത്ത് പോകാം. അദ്ദേഹം തീരുമാനിക്കട്ടെ. The helpless farmer moved to the judge with the merchant. അവർ രണ്ടുപേരും ജഡ്ജിയുടെ മുന്നിലെത്തി. Scene 3. In the court. കോടതിയിൽ. Judge, did you agree to sell everything? നിങ്ങൾ എല്ലാം വിൽക്കാമെന്ന് സമ്മതിച്ചോ? Farmer, well, yes, but... അതെ, ഞാനങ്ങനെ പറഞ്ഞു, പക്ഷേ... Judge, then a deal is a deal, and you must do as you agreed. You have already agreed to sell everything, then you must keep your word. A deal is a deal. നിങ്ങൾ ആദ്യമേ എല്ലാം വിൽക്കാമെന്ന് സമ്മതിച്ചതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ചെയ്യണം. The farmer walks back home with the cruel merchant's laugh ringing in his ears. When he gets home, he explains everything to Carla just as it happened. Poor man,
He went home sadly. വളരെ ദുഃഖത്തോടെ ആ പാവം മനുഷ്യൻ വീട്ടിലേക്ക് മടങ്ങി. The cruel merchant's laugh was ringing in his ears. ആ ക്രൂരനായ വ്യാപാരിയുടെ ചിരി അയാളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. When reached home, he explained everything to Carla. വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ സംഭവിച്ചതെല്ലാം അയാൾ കാർലയോട് വിവരിച്ചു. What had the farmer told Carla when he was leaving home? വീട്ടിൽ നിന്ന് പോരുമ്പോൾ എന്താണ് അയാൾ കാർലയോട് പറഞ്ഞിരുന്നത്? He had told Carla that he would return with his pockets filled with money. ഞാൻ പോക്കറ്റ് നിറയെ പൈസയുമായി മടങ്ങി വരാം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴെന്തു പറ്റി? His pocket is empty. ഒഴിഞ്ഞ പോക്കറ്റുമായിട്ടാണ് അദ്ദേഹം മടങ്ങിയെത്തിയിരിക്കുന്നത്. So he was very sad. But Carla consoled him. പക്ഷേ കാർല അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. Carla, what a greedy old man. But don't worry, Papa. I have an idea. എന്തൊരു അത്യാഗ്രഹിയായ മനുഷ്യൻ. പക്ഷേ പപ്പ വിഷമിക്കണ്ട, എനിക്കൊരു സൂത്രം തോന്നുന്നു. Carla is very clever. Let's see what she is going to do. Early the next day, Carla selected a basket full of the best ripe watermelons that the farmer had ever made. What did Carla do the next day? Yes, she took a basket and filled it with some best ripe watermelons. അവൾ ഒരു കുട്ട നിറയെ നല്ല മൂത്തു പാകമായ തണ്ണിമത്തൻ നിറച്ചു വെച്ചു. Carla, let me try my luck at selling these. ഇത് വിൽക്കുന്നതിൽ ഞാൻ എൻ്റെ ഭാഗ്യമൊന്ന് പരീക്ഷിക്കട്ടെ. Scene 4. In the street. Merchant. Young lady, you look tired. Perhaps I can help you. This is the same merchant who cheated Carla's father. കാർലയുടെ അച്ഛനെ പറ്റിച്ച അതേ വ്യാപാരിയാണ് വീണ്ടും വരുന്നത്. The tricky merchant is approaching her with deceitful words. ആത്മാർത്ഥതയില്ലാത്ത കബളിപ്പിക്കുന്ന വാക്കുകളുമായി അയാൾ കാർലയുടെ അടുത്തേക്ക് വരികയാണ്. എന്താണ് അയാൾ പറയുന്നത്? Oh young lady, you look tired. Perhaps I can help you. ചെറുപ്പക്കാരി, നീ വളരെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ഒരു പക്ഷേ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. വെറുതെ പറയാണല്ലേ. അവളെയും പറ്റിച്ച് അവളുടെ കയ്യിലുള്ളതെല്ലാം സ്വന്തമാക്കാനാണ് അയാൾ വരുന്നത്. Carla, that would be very nice indeed. തീർച്ചയായും അത് നല്ലൊരു കാര്യമായിരിക്കും. What did Carla do then? She holds out a pair of watermelons. അവൾ 2 തണ്ണിമത്തൻ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. Merchant, how much for everything? He grinned slyly, thinking he can make another good deal for himself. What did the merchant ask Carla? He repeated the same question that he asked her father. How much for everything? കാർലയുടെ അച്ഛനോട് ചോദിച്ച അതേ ചോദ്യം വ്യാപാരി കാർലയോടും ചോദിക്കുന്നു. എല്ലാറ്റിനും കൂടി എത്രയാണ്? What was in his mind then? അയാളുടെ മനസ്സിൽ അപ്പോൾ എന്തായിരുന്നു? He thought that he could make another good deal for himself. മുൻപത്തെ പോലെ ഇവളെയും പറ്റിച്ച് നല്ലൊരു ഇടപാട് നടത്താമെന്നാണ് അയാൾ ചിന്തിച്ചിരുന്നത്. Again he grinned slyly. അയാൾ വീണ്ടും കപടമായി ചിരിച്ചു. Carla, how much will you give me? നിങ്ങൾ എനിക്ക് എത്ര തരും? The merchant takes 3 copper coins in his hand. വ്യാപാരി 3 ചെമ്പ് നാണയങ്ങൾ കയ്യിലെടുത്തു. Merchant, these are difficult times, lady. This is all I can offer. The merchant offered 3 copper coins to Carla. He told that it was very difficult time and he could give only that. വളരെ ബുദ്ധിമുട്ടുള്ള സമയമായതുകൊണ്ട് എനിക്ക് ആകെ ഇതേ തരാൻ കഴിയൂ എന്ന് അയാൾ പറഞ്ഞു. Carla, everything in your hand? നിങ്ങളുടെ കയ്യിലുള്ളത് മുഴുവൻ? Merchant, yes, certainly. അതെ, തീർച്ചയായും. Carla, then it's a deal. ശരി, കച്ചവടം ഉറപ്പിക്കാം. She holds out her hand for payment. പണത്തിനായി അവൾ കൈ നീട്ടുന്നു. The merchant grins slyly and slides the coins into her hands. The merchant gave Carla 3 copper coins and grinned slyly. Why is he grinning? Yes, he thinks that
He has succeeded in cheating her. അവളെ പറ്റിക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്താണ് അയാൾ ചിരിക്കുന്നത്. Carla, oh, thank you. And I see that you have 3 lovely rings. I will have them as well. Thank you. They are very colorful. Who is really trapped? The merchant. When merchant offered 3 copper coins, Carla asked him whether he would give everything in his hand. Without thinking, he agreed. ഇപ്പോൾ ശരിക്കും വ്യാപാരിയാണ് കെണിയിൽപ്പെട്ടത്. അയാൾ 3 കോപ്പർ കോയിൻസ് എടുത്ത് നീട്ടിയപ്പോൾ കാർല എന്താ ചോദിച്ചത്? നിങ്ങളുടെ കയ്യിലുള്ളത് എല്ലാം തരുമോ എന്ന്. ഒന്നും ചിന്തിക്കാതെ അയാൾ അത് സമ്മതിക്കുകയും ചെയ്തു. അയാളുടെ കയ്യിൽ ഭംഗിയുള്ള 3 മോതിരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതുകൂടി തനിക്ക് വേണം എന്നാണ് കാർല ആവശ്യപ്പെടുന്നത്. മെർച്ചന്റ്, വാട്ട്? യു മസ്റ്റ് ബി ക്രേസി. എന്താ പറയുന്നത്? നിനക്ക് ഭ്രാന്തുണ്ടോ? കാർല, ബട്ട് യു ഹാഡ് അഗ്രീഡ് ടു ഗിവ് മീ എവറിത്തിങ് ഇൻ യുവർ ഹാൻഡ്, ഡിഡ്ന്റ് യു? Carla reminded him what he had told her before. He had told her that he would give everything in his hand. അയാളുടെ കയ്യിലുള്ളതെല്ലാം തരാമെന്ന് നേരത്തെ പറഞ്ഞ കാര്യം അവൾ അയാളെ ഓർമ്മിപ്പിച്ചു. And remember, a deal is a deal, just the way you had a deal with my father the other day. ഒരു കച്ചവടം ഉറപ്പിച്ചാൽ അതങ്ങനെ തന്നെയായിരിക്കണം. കഴിഞ്ഞ ദിവസം നിങ്ങൾ എൻ്റെ അച്ഛനുമായി ഇടപാട് നടത്തിയതുപോലെ. Merchant, oh no! Reluctantly, he removes the rings and gives them to Carla. കാർല പറഞ്ഞത് കേട്ട് മറ്റൊരു വഴിയുമില്ലാതെ അയാൾ മടിയോടെ മനസ്സില്ലാ മനസ്സോടെ തൻ്റെ മോതിരങ്ങൾ ഊരി കാർലയ്ക്ക് കൊടുക്കുന്നു. He wipes his tears. അയാൾ കണ്ണുനീര് തുടയ്ക്കുന്നു. She sees his tears and returns the rings. അയാളുടെ കണ്ണുനീര് കണ്ട് അവൾ ആ റിങ്സ് തിരികെ കൊടുക്കുന്നു. അതെന്തായാലും നന്നായി അല്ലേ? അവൾ അയാളെ കബളിപ്പിച്ച് ആ മോതിരങ്ങൾ കൈക്കലാക്കിയിരുന്നെങ്കിൽ അവളും മോശക്കാരിയാവുമായിരുന്നു അയാളെപ്പോലെ. ആക്ച്വലി കാർല ഡിഡ്ന്റ് വാണ്ട് ടു ഹേർട്ട് ഹിം. ഷി വാണ്ടഡ് ടു മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ് വൺസ് ഫീലിങ്സ് വെൻ ഹി വാസ് ചീറ്റഡ്. യഥാർത്ഥത്തിൽ കാർലയ്ക്ക് അയാളെ വിഷമിപ്പിക്കണമെന്നേ ഉണ്ടായിരുന്നില്ല. ഒരാൾ പറ്റിക്കപ്പെടുമ്പോൾ അയാൾക്ക് എത്രമാത്രം വിഷമമുണ്ടാവുമെന്ന് വ്യാപാരിക്ക് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവൾ ആ മോതിരങ്ങൾ തിരികെ കൊടുത്തത്. കാർല, I can't cheat anybody as you did. My father taught me not to harm anybody. Take your rings back. നിങ്ങൾ ചെയ്ത പോലെ എനിക്ക് ആരെയും വഞ്ചിക്കാൻ കഴിയില്ല. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് ആരെയും ഉപദ്രവിക്കരുത് എന്നാണ്. The merchant looks at Carla in wonder. വ്യാപാരി കാർലയെ അത്ഭുതത്തോടെ നോക്കുന്നു. Dear children, did you like Carla's story? Who is the writer of this play? Robert Scottellaro. ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ക്ലാസ് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Okay dear children, goodbye.